നമ്മുടെ ലക്ഷ്യം അരിയാണ്. അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ. അരിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചും കണ്ടൊക്കെ എന്തായാലും ലക്ഷ്യം വോട്ട് ചെയ്യുക. ആരും നമുക്കൊന്നും കൊണ്ട് തരില്ല. അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരു എക്സാമ്പിൾ വേണ്ട പോലെ വാൽമടക്കണം. ഇത് പറഞ്ഞാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ എലക്ഷൻ തമിഴ്നാട് സർക്കാർ എലക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ പിള്ളേരെ പറഞ്ഞിട്ട് நாங்கள்லாம் ஊருக்கு போயிடா எலெக்ஷன் வந்துருந்தா ஒரு பாட்டு നമുക്ക് 2000 രൂപ വെച്ച് കൊടുക്കും, அந்த மாதிரியெல்லாம் കേട്ടിരിക്കും. ഇവർ 4 പാർട്ടി വെച്ച് കൊടുത്താൽ അവർക്ക് 8000 രൂപയായി. നമ്മുടെ പാർട്ടികൾ എന്താ ചെയ്യുന്നറിയോ, എല്ലാവരും എരുന്ന് വാങ്ങും. അതൊക്കെ അവർ കുടുംബത്തിൽ നമുക്ക് 1 രൂപയിലൊരു സാധനം നമ്മളെല്ലാം കഴിക്കുന്നത്. ഇന്ന് ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് ദിവസത്തിൽ നമ്മൾ പൈസ കൊടുക്കാണ്ട് എന്താ ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്നത്? നമുക്ക് ജീവിക്കണമെങ്കിൽ എല്ലാം പൈസ കൊടുക്കണം. നമുക്ക് പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന എന്താ ഉള്ളത്? അപ്പോൾ നമ്മളും ഭക്ഷണമാണ് കഴിക്കുന്നത്, മധുരവും എരിവും പുളിയും എല്ലാം. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും കൂടെ വേണം. അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു എന്ന് പറയുന്നത് പിന്നാലെ പോകരുത് ഒരിക്കലും. അതൊരു ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവർ അതേപോലെ മതസൗഹാർദ്ദം ചെയ്ത് നമ്മൾ ചെയ്യുക. ഒരു മതത്തിനെ പേഴ്സണലി റെപ്രസെൻറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും ചെയ്യരുത്. അവരെന്ത് ചെയ്യുന്നു നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യം ചെയ്യാൻ. ഇവന്മാരിങ്ങനെ പറയുമ്പോൾ ഞാനത് എന്താണ് ഇവന്മാരിങ്ങനെ പറയും? 2000 അപ്പോൾ 4 പാർട്ടിക്കാർ കൊടുത്താൽ 8000 രൂപ. ഇവിടെ 1 രൂപ ഒന്നും കിട്ടില്ല നമ്മുടെ രാഷ്ട്രീയക്കാരിൽ. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ എല്ലാം പോക്കറ്റില്ല. നമ്മുടെ വോട്ട് വാങ്ങി എല്ലാം അവരുടെ പോക്കില്ല. അവിടെ നമുക്ക് ഗുണങ്ങളായിട്ടുള്ള ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. എക്സാമ്പിൾ എന്ത് കാര്യത്തിന് പോയാലും ഈ കേന്ദ്രവും അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചാലും ഇതിലെല്ലാ പൈസയിലും നിങ്ങളെടുത്തോ, പാർട്ടിക്കാർക്ക് എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിൻ്റെ 3/4 ഭാഗം ഇങ്ങനെ ചെയ്തിട്ട് വേണം കുറച്ചെങ്കിലും നിങ്ങളെടുക്കാൻ. അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത് 3/4 ഭാഗം പോലും ചെയ്യില്ല. ആ 3/4 ഭാഗവും ഇവരുടെ പോക്കറ്റിലാണ് ഈ പൈസ കൊണ്ട്. അപ്പോൾ വോട്ട് ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു 4 ദിവസമുള്ളൂ ഇലക്ഷനാണ്. ഇത്തവണെങ്കിലും നല്ല രീതിയിൽ ആൾക്കാർ ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ഒരു ശുഭ പ്രതീക്ഷയുണ്ട് എനിക്ക്. അതിപ്പോൾ ആര് ജയിച്ചാലും നാട്ടിൽ മാറ്റം കൊണ്ടുവരണം. ഓക്കെ, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം.